നമസ്കാരം. +1 ആൻഡ് +2 ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്ദേഹം ഒരു സിനിമാ താരമായിരുന്നില്ല, പക്ഷേ ലോകം മുഴുവൻ അദ്ദേഹത്തിന് കോടിക്കണക്കിന് ആരാധകരുണ്ട്. അദ്ദേഹം ഒരു ഭരണാധികാരി ആയിരുന്നില്ല, പക്ഷേ ലോക നേതാക്കൾ മുഴുവൻ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാതോർത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു, പക്ഷേ സാമ്രാജ്യത്വ ശക്തികൾക്ക് അദ്ദേഹത്തെ ഭയമായിരുന്നു. കഥകളിൽ കാണുന്ന ഒരു സൂപ്പർ ഹീറോ അല്ലായിരുന്നു അദ്ദേഹം, പക്ഷേ ഇന്ത്യക്കാർ അദ്ദേഹത്തെ തങ്ങളുടെ രക്ഷകനായി കണ്ടു. തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിക്കാൻ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ ധൈര്യമുണ്ടായുള്ളൂ. ആ വ്യക്തി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലാതെ മറ്റാരുമില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു, ജനറേഷൻസ് ടു കം ഇറ്റ് മേ ബി വിൽ സ്കേഴ്സ് ബിലീവ് ദാറ്റ് സച്ച് എ വൺ ആസ് ദിസ് എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വാക്ക്ഡ് അപ്പോൺ ദിസ് എർത്ത്. രക്തവും മാംസവുമുള്ള ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറകൾ ഒരുപക്ഷെ വിശ്വസിക്കില്ല. ഇനി 3 ചോദ്യങ്ങൾ തന്നിരിക്കുന്നു, അവയെപ്പറ്റി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. Let's discuss. What impression of Gandhiji do you get from the brief description given above? Discuss. മുകളിൽ തന്നിരിക്കുന്ന വിവരണത്തിൽ നിന്നും ഗാന്ധിജിയെപ്പറ്റി എന്ത് ഐഡിയയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? വാട്ട് കൈൻഡ് ഓഫ് എ ഫൈറ്റർ ഈസ് ഗാന്ധിജി? ഏത് തരത്തിലുള്ള പോരാളിയായിരുന്നു ഗാന്ധിജി? വൺ മസ്റ്റ് പ്രാക്ടീസ് വാട്ട് വൺ പ്രീച്ചസ്. ഹൗ ഫാർ ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓഫ് മഹാത്മാഗാന്ധി? പറയുന്നത് പ്രവർത്തിക്കണം. ഗാന്ധിജിയെ സംബന്ധിച്ച് ഈ പ്രസ്താവന എത്രമാത്രം ശരിയാണ്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ വിഖ്യാത പുസ്തകമായ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. സ്വാതന്ത്ര്യ സമരം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനേകം നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ എല്ലാ നേതൃസ്ഥാനത്തേക്ക് ഗാന്ധിജി എത്തി. ഇന്ത്യൻ ജനത ഗാന്ധിജിയെ ആരാധിച്ചു. ഗാന്ധിജിക്ക് തങ്ങളെ പാരതന്ത്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ഇന്ത്യക്കാർ വിശ്വസിച്ചു. എന്ത് മനഃശാസ്ത്രപരമായ സ്വാധീനമാണ് ഗാന്ധിജി ഇന്ത്യൻ മനസ്സുകളിൽ ഉണ്ടാക്കിയതെന്ന് നെഹ്റു ഈ പാഠഭാഗത്ത് വിവരിക്കുന്നു. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 40-ാം പേജിലെ റീഡ് ആൻഡ് റിഫ്ലക്ട് പാർട്ട് 1 നോക്കുക. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics when the country was in dire need of such a leadership. Gandhiji was like a beam of light that removed the darkness. Jawaharlal Nehru makes a right assessment of Gandhiji in his Discovery of India. Read the excerpts. രാജ്യത്തിന് മികച്ചൊരു നേതൃത്വം ആവശ്യമുള്ളപ്പോൾ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിയതിനെ പറ്റിയാണ് നെഹ്റു എഴുതിയിരിക്കുന്നത്. ഇരുട്ടിനെ അകറ്റുന്ന ഒരു പ്രകാശരേഖയായിരുന്നു ഗാന്ധിജി. തന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നെഹ്റു ഗാന്ധിജിയെ ശരിയായി വിലയിരുത്തുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിച്ച ഇന്ത്യക്കാർ ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരുന്നു. മറ്റ് നേതാക്കളിൽ നിന്നും ഗാന്ധിജി എങ്ങനെ വ്യത്യസ്തനായി? അദ്ദേഹത്തിൻ്റേത് അക്രമരഹിത സമരമാർഗമായിരുന്നിട്ടും ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഭയന്നത്? എന്തൊക്കെ ഗുണങ്ങളാണ് ഗാന്ധിജി ഇന്ത്യക്കാരെ പഠിപ്പിച്ചത്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾക്കായി നമുക്ക് ആൻഡ് ദെൻ ഗാന്ധി കെയിം ഒന്ന് അനലൈസ് ചെയ്യാം. പോയിന്റ് 1. After World War I, the British government enforced repressive legislation and martial law in the Punjab. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് പഞ്ചാബിൽ അടിച്ചമർത്തൽ നിയമങ്ങളും ആയുധ നിരോധന നിയമവും കൊണ്ടുവന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒരുപാട് വിഭവങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ശേഖരിച്ചു. ഇന്ത്യ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഒരു കക്ഷി അല്ലാതിരുന്നിട്ടും ഇന്ത്യൻ ഭടന്മാർ ബ്രിട്ടനു വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്തു. പകരം യുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് സ്വയംഭരണം നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാക്ക് നൽകി. പക്ഷേ ആ വാക്ക് അവർ പാലിച്ചില്ല. ഇന്ത്യയിൽ അടിച്ചമർത്തൽ നിയമങ്ങൾ അവർ നടപ്പാക്കി. പഞ്ചാബിൽ 1919 നടപ്പാക്കിയ ആയുധ നിയമപ്രകാരം 4 പേരിൽ കൂടുതൽ കൂട്ടം കൂടുന്നത് നിരോധിച്ചു. ഈ നിയമം ദുരുപയോഗം ചെയ്താണ് ജനറൽ ഡയർ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തിയത്. സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ സമ്മാനിച്ചത് വെടിയുണ്ടകളാണ്. പോയിന്റ് 2. Indian people felt humiliated and a passionate anger filled them. But they did not have any clue how to get out of that situation. They were helpless and hopeless. തങ്ങൾ അപമാനിതരായി എന്ന തോന്നൽ ഇന്ത്യൻ ജനതയ്ക്കുണ്ടായി. അവരിൽ ധർമ്മരോഷം നിറഞ്ഞു. ഈ അവസ്ഥയിൽ നിന്നും എങ്ങനെ കരകയറണമെന്ന് അവർക്ക് എത്തും പിടിയും കിട്ടിയില്ല. അവർ നിസ്സഹായരായി, പ്രതീക്ഷയറ്റവരായി. സ്വയംഭരണം നൽകാം എന്ന ബ്രിട്ടീഷുകാരുടെ വാഗ്ദാനം ഇന്ത്യക്കാർ വിശ്വസിച്ചു. എന്നാൽ അവർ വാക്കുപാലിച്ചില്ല. ഇന്ത്യ ഒരു അവഗണിക്കപ്പെട്ട രാജ്യമായി മാറി. ബ്രിട്ടീഷ് ഭരണം എന്ന ബാധയെ എങ്ങനെ അകറ്റാമെന്ന് ഇന്ത്യക്കാർക്ക് ഒരാശയവും കിട്ടിയില്ല. അവരെ പ്രചോദിപ്പിക്കാൻ, അവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. പോയിന്റ് 3. For long generations, our people had endured the British rule and it had badly affected the body and soul of India, poisoning every aspect of our life. അനേകം തലമുറകളായി ഇന്ത്യക്കാർ ബ്രിട്ടീഷ് ഭരണത്തെ സഹിക്കുകയായിരുന്നു. ഇന്ത്യക്കാർ ഒരു ഭീകരജീവിയുടെ പിടിയിൽപ്പെട്ടതുപോലെയുള്ള ഒരവസ്ഥയിലായിരുന്നു. അവരുടെ ശരീരം തളർന്നു, മനസ്സ് മരവിച്ചു.
തൊഴിൽ രഹിതരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ഇന്ത്യക്കാർ പൂർണ്ണമായും നിരാശരായി. സഹായത്തിനായി എങ്ങോട്ട് പോകണമെന്നവർക്ക് അറിയില്ലായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെയും തോൽവിയുടെയും പടുകുഴിയിൽ നിന്നും എങ്ങനെ ഇന്ത്യക്കാരെ കൈപിടിച്ചുയർത്താമെന്ന് അന്നത്തെ നേതാക്കന്മാർക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു ദുരവസ്ഥയിലായിരുന്നിട്ട് പോലും ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിക്കൊണ്ടിരുന്നു. ബ്രിട്ടീഷ് രാജിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇന്ത്യയുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചു. ഇന്ത്യക്കാരുടെ ജീവിതം വിഷലിപ്തമായി തീർന്നു. Point 4. Gandhi ended at this juncture. He upset the defeatist attitude of Indian people. He emerged from the millions of India, speaking their language. ഈ ഘട്ടത്തിലാണ് ഗാന്ധിജിയുടെ വരവ്. പരാജയപ്പെടുമെന്ന ഇന്ത്യൻ ജനതയുടെ മുൻധാരണയെ അദ്ദേഹം മാറ്റി. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നതായിരുന്നു അദ്ദേഹം. ശുദ്ധവായു നിറഞ്ഞ ഒരു കാറ്റ് വീശുന്നത് പോലെയായിരുന്നു അദ്ദേഹം വന്നത്. ഇരുട്ടിനെ കീറിമുറിക്കുന്ന പ്രകാശരശ്മി പോലെയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനതയുടെ മനോഭാവവും ചിന്താധാരയും ഗാന്ധിജി മാറ്റിമറിച്ചു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന വാക്കിന് ഒരു പുതിയ നിർവചനം തന്നെ ഗാന്ധിജി നൽകി. Point 5. The essence of Gandhiji's teaching was fearlessness and truth. The dominant impulse in India under British rule was that of fear. സത്യവും നിർഭയത്വവും എന്താണെന്ന് ഗാന്ധിജി ഇന്ത്യക്കാരെ പഠിപ്പിച്ചു. ഭയം എന്ന വികാരം ഇന്ത്യക്കാരുടെ മനസ്സിൽ കുത്തിവെച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത്. ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിർഭയത്വമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനങ്ങൾ പലരെയും ഭയന്നാണ് ജീവിച്ചത്. പട്ടാളത്തോടുള്ള ഭയം, പോലീസിനോടുള്ള ഭയം, ഉദ്യോഗസ്ഥരോടുള്ള ഭയം, അടിച്ചമർത്തുന്ന നിയമങ്ങളോടുള്ള ഭയം, ജന്മിമാരോടും പലിശക്കാരോടുമുള്ള ഭയം, തൊഴിലില്ലായ്മയോടും പട്ടിണിയോടുമുള്ള ഭയം. ഗാന്ധിജി നമ്മളെ ഭയക്കരുത് എന്ന് പഠിപ്പിച്ചു. Point 6. Under the influence of Gandhiji, Indian people became less fearful. They underwent a sea change regarding their truthfulness. ഗാന്ധിജിയുടെ സ്വാധീനം കൊണ്ട് ബ്രിട്ടീഷുകാരോടുള്ള ഇന്ത്യക്കാരുടെ ഭയം കുറഞ്ഞു. സത്യസന്ധതയുടെ കാര്യത്തിലും അവർക്ക് വലിയ മാറ്റം ഉണ്ടായി. പൂർണ്ണമായും ആൾക്കാരുടെ ഭയം മാറിയില്ല, പക്ഷേ വലിയൊരളവ് വരെ അവരുടെ ഭയം ഇല്ലാതെയായി. തെറ്റിൻ്റെ കൂട്ടാളിയാണ് ഭയം. അതുകൊണ്ട് സത്യം എപ്പോഴും നിർഭയത്വത്തിൻ്റെ കൂടെയാണ്. ഒറ്റയടിക്ക് ഇന്ത്യക്കാരെല്ലാം സത്യസന്ധരായി എന്നല്ല പറഞ്ഞു വന്നത്, പക്ഷേ മിക്ക ഇന്ത്യക്കാർക്കും പ്രകടമായ മാറ്റം ഉണ്ടായി. Point 7. Gandhiji was like an expert in psychoanalytical methods. He understood the past of the Indians, found out the origins of their complexes and removed them. ഗാന്ധിജി ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യക്കാരുടെ ഭൂതകാലം ശരിയായി മനസ്സിലാക്കി. അവരുടെ ഭയത്തിൻ്റെ കാരണം കണ്ടെത്തി. ആ ഭയത്തെ അവരുടെ മനസ്സിൽ നിന്നും വേരോടെ പിഴുതുമാറ്റി. ഇങ്ങനെയാണ് ഗാന്ധിജി ജനമനസ്സുകളിൽ സ്വാധീനം ഉറപ്പിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരും എന്ന് ഇവിടുത്തെ ജനങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. Point 8. Gandhiji induced a psychological reaction in Indians. He made us feel ashamed at our long submission to a foreign rule that had degraded and humiliated us. He made in us a desire to submit to such a rule not anymore. മനഃശാസ്ത്രപരമായ ഒരു പ്രതികരണം ഗാന്ധിജി ഇന്ത്യക്കാരിൽ ഉണ്ടാക്കി. നമ്മെ ചവിട്ടിമെതിക്കുകയും അപമാനിക്കുകയും ചെയ്ത വിദേശികളുടെ ഭരണത്തിന് കീഴിൽ ഇത്രയും നാൾ ജീവിച്ചത് ലജ്ജാവഹമാണെന്ന് ഗാന്ധിജി നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഒരു ഭരണം ഇനി വേണ്ട എന്ന തോന്നൽ ഗാന്ധിജി നമ്മിൽ സൃഷ്ടിച്ചു. കുറച്ച് ഇന്ത്യക്കാരെങ്കിലും ബ്രിട്ടീഷ് ഭരണം നല്ലതാണ് എന്ന കാലത്ത് ചിന്തിച്ചിരുന്നു. അവരുടെ ചിന്താധാര ഗാന്ധിജി മാറ്റിമറിച്ചു. Point 9. ഗാന്ധിജി, who is a symbol of uncompromising truth, shamed us into truth. വിട്ടുവീഴ്ചയില്ലാത്ത സത്യത്തിൻ്റെ പ്രതീകമായിരുന്നു ഗാന്ധിജി. അദ്ദേഹം ഇന്ത്യക്കാരെ സത്യത്തിലേക്ക് നയിച്ചു. ഇനിയും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കഴിയുന്നത് ലജ്ജാവഹമാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. Point 10. ഗാന്ധിജി held on to the truth and it was a dangerous quality. ഗാന്ധിജി സത്യത്തെ മുറുകെ പിടിച്ചു. അത് അപകടകരമായൊരു ഗുണമാണ്. സത്യസന്ധനായ രാഷ്ട്രീയക്കാരന് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒളിച്ചു വെക്കാതെ തുറന്നു പറയേണ്ടി വരും. 1948 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ്റെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചപ്പോൾ ജോർജ് ബെർണാഡ് ഷോ പറഞ്ഞു, ഹൗ ഡേഞ്ചറസ് ഇറ്റ് ഈസ് ടു ബി ടു ഗുഡ്. എത്ര അപകടകരമാണ് ഒരുപാട് നല്ലവനാകുന്നത്. Point 11. Gandhiji's call of action was twofold: resisting foreign rule and fighting social evils in India. രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തെ ചെറുക്കുക. രണ്ട്, ഇന്ത്യയിലെ സാമൂഹ്യ വിപത്തുകളെ തടയുക. ഒരുപാട് അനാചാരങ്ങൾ അക്കാലത്ത് നടമാടിയിരുന്നു. അയിത്തം, തൊട്ടുകൂടായ്മ, മതസ്പർദ്ധ തുടങ്ങിയവ. Point 12. The fundamental objective of Indian National Congress was the freedom of India. At the same time, it aimed at national unity, which involved the solution of the minority problems, the raising of the depressed classes, and the ending of the curse of untouchability. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആത്യന്തിക ലക്ഷ്യം അഹിംസാ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു. കോൺഗ്രസിന്റെ അടിസ്ഥാന തത്വം ദേശീയ ഐക്യത്തിൽ ഊന്നിയുള്ളതാണ്. അത് നടപ്പാക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അവശ്യ വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തണം, പിന്നെ അയിത്തം എന്ന ശാപം ഇല്ലാതെയാക്കണം. ഭാഷ, ജാതി, മതം എന്നിവ കൊണ്ട് വേർതിരിക്കപ്പെട്ട ഒരു ജനതയെ ഒന്നിപ്പിച്ചു നിർത്തി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുക എന്ന കഠിനമായ ജോലിയായിരുന്നു ഗാന്ധിജിയും കോൺഗ്രസും ചെയ്തുകൊണ്ടിരുന്നത്. Point 13. ഗാന്ധിജി attacked the foundations which supported the British rule. ചില വിഭാഗങ്ങൾ അന്ന് ബ്രിട്ടീഷ് ഭരണത്തെ പിന്തുണച്ചിരുന്നു.
ഗാന്ധിജി ഈ വിഭാഗങ്ങളെ എതിർത്തു. ഇന്ത്യൻ ജനതയിൽ ഭയം വിതച്ചുകൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാരുമായുള്ള സൗഹൃദം അന്തസ്സാണെന്ന് കരുതിയിരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ചില വിഭാഗങ്ങളും സംഘടനകളും അവരുടെ സ്ഥാപിത താൽപ്പര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് ഭരണത്തെ പിന്തുണച്ചു. അവർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇവിടെ ജനാധിപത്യ ഭരണം വരുമെന്നും തങ്ങളുടെ സ്ഥാനം നഷ്ടമാകുമെന്നും ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അവർ കോൺഗ്രസിനെ പിന്തുണച്ചില്ല. ബ്രിട്ടീഷുകാരുമായി നാട്ടുരാജാക്കന്മാർ സന്ധി ചെയ്തു. അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ചു. ഗാന്ധിജി ഇതിനെ ചോദ്യം ചെയ്തു. ഇതിനെതിരെ വലിയ പ്രചാരണം നടത്തി. അതിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ നൽകിയ പദവികൾ പലരും ഉപേക്ഷിച്ചു. ഈ പദവികളോടുള്ള ജനങ്ങളുടെ ബഹുമാനം കുറഞ്ഞു. പോയിന്റ് 14. ഗാന്ധിജി ആസ്ക്ഡ് ദ കോൺഗ്രസ് ടു റിയലൈസ് ദ പ്ലൈറ്റ് ഓഫ് പുവർ ഇന്ത്യൻ ഫാമേഴ്സ്. ഇന്ത്യൻ കൃഷിക്കാരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കാൻ ഗാന്ധിജി കോൺഗ്രസിനോട് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ഇതിനെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ ഗ്രാമം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഗ്രാമീണ കർഷകർ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ തുടങ്ങി. കർഷകർ എത്രമാത്രം ദരിദ്രരാണെന്നും അവർ എപ്പോഴും പട്ടിണിയുടെ നിഴലിലാണെന്നും സ്വാതന്ത്ര്യ സമര നേതാക്കൾ മനസ്സിലാക്കി. കർഷകരുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോഴുണ്ടായ വൈകാരിക അനുഭവം വളരെ വലുതായിരുന്നു. അതോടെ നേതാക്കൾ ഒരു കാര്യം ഉറപ്പിച്ചു: സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ടില്ല. പോയിന്റ് 15. Gandhiji had multiple dreams for India. He longed for an India in which the poorest people have a sense of belonging and in whose making they have an effective say. പുതിയ ഇന്ത്യയെപ്പറ്റി ഗാന്ധിജിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ടവനും തോന്നണം ഇന്ത്യ തൻ്റെ കൂടി രാജ്യമാണെന്ന്. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഇന്ത്യയിലെ ദരിദ്രർക്കും പങ്കാളിത്തം വേണം. ദരിദ്രരെ കൂടി ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും ഭരണത്തിൽ പങ്കാളിത്തം നൽകണമെന്നും ഗാന്ധിജി ലക്ഷ്യം വെച്ചു. എന്നാൽ മാത്രമേ അവരുടെ ദാരിദ്ര്യം മാറുകയുള്ളൂ. പോയിന്റ് 16. There is no class difference in Gandhiji's India. All communities shall live in perfect harmony. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ജാതിമത വേർതിരിവുകൾ ഇല്ല. എല്ലാ വിഭാഗങ്ങളും സൗഹാർദ്ദത്തോടെ ജീവിക്കും. ജാതിയിലും മതത്തിലും വരുന്ന വേർതിരിവുകൾ ഇന്ത്യയുടെ ഐക്യത്തിന് വെല്ലുവിളിയാകുമെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. പോയിന്റ് 17. In such an India, there is no room for untouchability, drinks and drugs. Women will enjoy same right as men. ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്തം എന്ന ശാപം ഉണ്ടാകില്ല. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയ്ക്ക് സ്ഥാനമില്ല. സ്ത്രീക്കും പുരുഷനും സമത്വം ഉണ്ടാകും. അയിത്തം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ബോധവൽക്കരണം നടത്തി. ഇന്ത്യയെ നയിക്കേണ്ട യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം നശിപ്പിക്കുന്നത് ഗാന്ധിജിയെ വേദനിപ്പിച്ചു. പുരുഷ കേന്ദ്രീകൃതമായ ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം തുല്യ അവകാശങ്ങൾ ഉള്ള രാജ്യത്ത് മാത്രമേ പുരോഗതി ഉണ്ടാകൂ എന്നതായിരുന്നു ഗാന്ധിജി പ്രചരിപ്പിച്ച ആശയം. പോയിന്റ് 18. Gandhiji was proud of his Hindu inheritance, but he refused to narrow his cultural inheritance. He viewed Indian culture as a fusion of Hindu, Islamic and other cultures. തന്റെ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഗാന്ധിജി അഭിമാനം കൊണ്ടു. പക്ഷേ തന്റെ സാംസ്കാരിക പാരമ്പര്യം ഇടുങ്ങിയതാകാൻ ഗാന്ധിജി അനുവദിച്ചില്ല. ഹിന്ദു, മുസ്ലിം, മറ്റ് സംസ്കാരങ്ങൾ എന്നിവ കൂടിച്ചേർന്നതാണ് ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഒരിക്കലും ഗാന്ധിജി തന്റെ ഹിന്ദുത്വം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ചില്ല. താൻ വിശ്വസിക്കുന്ന മതത്തിൽ മാത്രമാണ് ഇന്ത്യൻ സംസ്കാരം അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന ധാരണയും അദ്ദേഹത്തിനില്ലായിരുന്നു. ഇന്ത്യയിലെ എല്ലാ മതങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിന് അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. Point 19. Thus Gandhiji fascinated the masses of India and attracted them like a magnet. He linked the past with the future and made the dismal present a stepping stone to that future of life and hope. ഗാന്ധിജി ഒരു കാന്തം പോലെ ഇന്ത്യൻ ജനതയെ ആകർഷിച്ചു. ഇന്ത്യയുടെ ഭൂതകാലത്തെയും ഭാവികാലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച ഗാന്ധിജി പ്രതിസന്ധി നിറഞ്ഞ വർത്തമാനകാലത്തെ പ്രതീക്ഷ നിറഞ്ഞ ഭാവികാലത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഗാന്ധിജി അസാധാരണ ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും സമത്വവും സ്വാതന്ത്ര്യവും വിഭാവനം ചെയ്ത ഈ മനുഷ്യനിലായിരുന്നു ഇന്ത്യക്കാരുടെ പ്രതീക്ഷ മുഴുവൻ. പോയിന്റ് 20. Gandhiji effected a vast psychological revolution not only among who followed his lead but also among his opponents. തന്റെ അനുയായികളിൽ മാത്രമല്ല തന്റെ എതിരാളികളിലും മനഃശാസ്ത്രപരമായ സ്വാധീനം ഉണ്ടാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഉറച്ച നിലപാടുകളില്ലാത്ത ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യ സമര മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഗാന്ധിജിക്ക് സാധിച്ചു. ഗാന്ധിജി സ്വാതന്ത്ര്യം എന്ന ഇന്ത്യൻ പ്രതീക്ഷയുടെ പ്രകാശഗോപുരമായി. 3 വെടിയുണ്ടകൾ കൊണ്ട് ഇല്ലാതാകുന്നതല്ല ഗാന്ധിയൻ തത്വചിന്ത. അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യക്കാരെ മുഴുവൻ അണിനിരത്തി. ഇന്നും അതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഗാന്ധിജി മരിച്ചപ്പോൾ നെഹ്റു ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ ജീവിതത്തിൽ നിന്നും വെളിച്ചം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണിപ്പോൾ. ഗാന്ധിജി ഒരു പ്രതിഭാസമാണ്. ലോകത്തെ അനേക ഭരണാധികാരികൾ ഗാന്ധിയൻ തത്വചിന്ത ഉൾക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യൻ മണ്ണിൽ ജനിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. ഇനി ആക്ടിവിറ്റീസിലേക്ക് പോകാം. Activity 1. Note making. Make a note of the above passage. Read the passage again and complete the following. Now prepare a summary of the passage.
ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററിൻ്റെ ചില പോയിന്റ്സ് ഇവിടെ നൽകിയിരിക്കുന്നു. അവ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പോയിന്റ്സ് വികസിപ്പിച്ച് ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി തയ്യാറാക്കുക. ആക്ടിവിറ്റി 2, തിങ്ക് ആൻഡ് റൈറ്റ്. ഹൗ ഡിഡ് ഗാന്ധിജി എൻലൈറ്റൻ ദ ഫ്രീഡം ഫൈറ്റേഴ്സ്? വാട്ട് കൈൻഡ് ഓഫ് എ ലീഡർഷിപ്പ് ഡിഡ് ഗാന്ധിജി ടേക്ക്? What was the effect of his leadership? Answer in a paragraph of about 100 words. ഗാന്ധിജി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പ്രചോദനമായത്? എങ്ങനെയുള്ള നേതൃത്വമായിരുന്നു ഗാന്ധിജിയുടേത്? ഗാന്ധിജിയുടെ നേതൃത്വം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്? സാമ്പിൾ ആൻസർ നൽകിയിട്ടുണ്ട്. Activity 3, Speech. In connection with Gandhi Jayanti, your school is organizing a program to propagate the relevance of Gandhian values in the present day. Prepare and deliver a speech before the class. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂൾ ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് ഇന്നത്തെ കാലത്തുള്ള പ്രസക്തി എന്ന വിഷയത്തെപ്പറ്റി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിലേക്കായി ഒരു സ്പീച്ച് തയ്യാറാക്കുക. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗാന്ധിയൻ വാല്യൂസ് ഇൻ മോഡേൺ ഇറ എന്ന വിഷയത്തെപ്പറ്റിയുള്ള ഒരു സ്പീച്ച് ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. ആ സ്പീച്ച് ഇവിടെയും ഉപയോഗിക്കാവുന്നതാണ്. നോട്ട്സ് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. Activity 4, Group Discussion. Women will enjoy the same right as men. This is the India of my dreams, Gandhiji said. There is a role for each individual citizen, society and political party to ensure equal rights to women. Conduct a group discussion on the topic. ഓരോ പൗരനും സമൂഹത്തിനും രാഷ്ട്രീയ പാർട്ടിക്കും സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഈ വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സംഘടിപ്പിക്കുക. Activity 5, Letter to the Editor. Here is the sample of a letter to the editor expressing an individual's concern over a common issue. Examine it carefully. Now, refer to 3 national dailies of a week and collect reports on instances where women are deprived of their rights and analyze how the issues related to women are presented. Write a letter to the editor of a newspaper about the way in which women's issues are presented. ഇവിടെ ഒരു ലെറ്റർ ടു ദി എഡിറ്റർ അല്ലെങ്കിൽ പത്രാധിപർക്കുള്ള കത്ത് നൽകിയിരിക്കുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പത്രത്തിൽ അവതരിപ്പിക്കുന്ന രീതിയെപ്പറ്റി എഡിറ്റർക്ക് ഒരു കത്ത് തയ്യാറാക്കുക. സാമ്പിൾ ആൻസർ ഇവിടെ നൽകുന്നു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയ്ക്ക് യുവാക്കൾ അടിമകളാവുന്നതിനെപ്പറ്റി ഒരു ലെറ്റർ ടു ദി എഡിറ്റർ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. Activity 6, Concord or agreement of the subject with the verb. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. എക്സാമ്പിൾസ്: ഹി വർക്ക്സ്, സുരേഷ് റൈറ്റ്സ്, ഷീ ഈറ്റ്സ് ഫുഡ്, ഹി ഈസ് വർക്കിംഗ്, ആര്യ വാസ് ടോക്കിംഗ്, ഷി ഹാസ് ഡൺ ഹർ ഹോംവർക്ക്. ഇവിടെ ഹി, സുരേഷ്, ഷീ, ആര്യ എന്നീ സബ്ജക്ട്സ് സിംഗുലർ ആണ്. അതുകൊണ്ട് അവയെ തുടർന്ന് വരുന്ന വേർബ്സും സിംഗുലർ ആയിരിക്കും. അടുത്ത എക്സാമ്പിൾസ് നോക്കുക. ദേ വർക്ക്, ദ സ്റ്റുഡൻസ് റൈറ്റ്, ദേ ഈറ്റ് ഫുഡ്, ഹുസൈൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ വർക്കിംഗ്, ആര്യ ആൻഡ് ഹെർ ഫ്രണ്ട്സ് വെയർ ടോക്കിംഗ് ഇൻ എ കോഫി ഷോപ്പ്, ദ സ്റ്റുഡൻസ് ഹാവ് ഡൺ ദെയർ ഹോംവർക്ക്. ഇവിടെ ദേ, ദ സ്റ്റുഡൻസ്, ഹുസൈൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, ആര്യ ആൻഡ് ഹെർ ഫ്രണ്ട്സ് എന്നീ സബ്ജക്ട്സ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് അവയെ തുടർന്ന് വരുന്ന വേർബ്സും പ്ലൂറൽ ആയിരിക്കും. ഐ എന്ന സബ്ജക്ട് സിംഗുലർ ആണ്, പക്ഷെ അതേ തുടർന്ന് വരുന്ന വേർബ്സ് പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ: ഐ ഹാവ് എ പെൻ, ഐ വാസ് ഗോയിങ് ടു സ്കൂൾ. ഈച്ച്, എവരി എന്നിവ സബ്ജക്റ്റിൻ്റെ കൂടെ വന്നാൽ വേർബ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾസ്: എവരി വൺ ഈസ് സ്ലീപ്പിംഗ് ഹിയർ, ഈച്ച് സ്റ്റുഡൻറ് ഹാസ് റിസീവ്ഡ് എ ഗിഫ്റ്റ്. ഈ സെനൻസസിൽ എവരി, ഈച്ച് എന്നിവയുടെ കൂടെ ഈസ്, ഹാസ് എന്നീ സിംഗുലർ ഓക്സിലറി വേർബ്സ് ആണ് വന്നിരിക്കുന്നത്. കോൺകോഡിനെ സംബന്ധിച്ച് ഏതാനും റൂൾസ് ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്നത് കാണുക. അവ ശരിയായി പഠിക്കുക. ഇനി നൽകിയിരിക്കുന്ന എക്സസൈസസ് കാണുക. ബ്രാക്കറ്റിൽ നിന്നും സബ്ജക്ട്സിന് അനുയോജ്യമായ വേർബ്സ് തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന സെനൻസസിൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിൽ തെറ്റുകളുണ്ട്. അവ തിരുത്തുക. ആൻസേഴ്സ് നൽകിയിരിക്കുന്നു.
Gandhiji was like a beam of light that pierced the darkness and removed the scales from our eyes. Do you know exact meaning of the word pierce? Let's see how the meaning of this word is given in the Oxford Advanced Learners Dictionary. പിയേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറിയിൽ നൽകിയിരിക്കുന്നത് കാണുക. ഡിക്ഷണറിയിൽ നിന്നും ഒരു വാക്കിന്റെ സ്പെല്ലിംഗ്, പ്രൊനൗൺസിയേഷൻ, മീനിങ്, യൂസേജ്, വേർഡ് സ്ട്രെസ്, വേർഡ് ക്ലാസ്, ഡെറിവേറ്റീവ്സ്, ഫ്രേസൽ വെർബ്സ് എന്നിവ നമുക്ക് മനസ്സിലാക്കാം. തന്നിരിക്കുന്ന ടേബിൾ കാണുക. ഇതിലെ വാക്കുകളുടെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കുക. അവയുടെ പാർട്സ് ഓഫ് സ്പീച്ച്, അവ ഉൾപ്പെടുന്ന സെന്റൻസസ് എന്നിവയും മനസ്സിലാക്കുക. ഓൺലൈൻ ഡിക്ഷണറീസും ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. ഈ ചാനലിലെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ +1, +2 VHSC സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. അവർക്ക് കൂടി ഇത് പ്രയോജനപ്പെടട്ടെ. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.